സർ, പി.വി. അൻവർ ഈ യുദ്ധം ആരംഭിച്ചത് മുഖ്യമന്ത്രി പിണറായിക്കെതിരെ അല്ലെങ്കിൽ പിണറായിസത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പിണറായിയിൽ നിന്ന് മാറി അത് മുഹമ്മദ് റിയാസിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചില പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാവുന്നത്. പിണറായി വിജയൻ ഒരു ഒത്ത ഇരയല്ല എന്ന് പി.വി. അൻവറിന് തോന്നിത്തുടങ്ങിയോ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് മരുമകനിലേക്ക് പി.വി. അൻവറിന്റെ ഈ ഒരു ഇസം മാറിയത്? ഒത്ത ഇരയല്ലെന്ന് തോന്നിയതുകൊണ്ട് അല്ല. ഒത്ത ഇരയ അങ്ങനല്ല നീതു അതിനെ. കാരണം പിണറായി വിജയനാണ് റിയാസിനേക്കാട്ടിൽ കരുത്തൻ. അതറിയാം, അത് അൻവറിന് അറിയാമായിരുന്നു. പക്ഷേ അൻവർ ഇതിനകത്തില് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ, നമ്മുടെ അമ്മാവിനിസത്തെ വേണം ആദ്യം തകർക്കാൻ. അത് കഴിഞ്ഞിട്ട് മതി കുറച്ചുകൂടെ ദുർബലനായ മരുമകനിസത്തെ എന്നായിരിക്കാം അൻവർ ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അമ്മാവിനിസം എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ സർവ്വ പ്രചാരത്തിലുള്ള ഒരു വാക്കാണ് ഇപ്പൊ അത്. പ്രായമുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആ സിനിമ, പഴയ കാലത്തെ സിനിമയായിരുന്നു നല്ലത്, അല്ലെങ്കിൽ പഴയ കാലത്തെ പാട്ടുകളായിരുന്നു നല്ലത്, പഴയ കാലത്തെ സംസ്കാരമായിരുന്നു നല്ലത്, ഭക്ഷണ രീതികളായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറ പറയുന്ന ഒരു വാക്കാണ് ഇപ്പൊ അത്. ഇംഗ്ലീഷ് വേറെ പല വെർഷൻസും ഉണ്ട്. ഷിബു എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മളെ ഇടക്കാലത്ത് അങ്ങനെ ചില വാക്കുകൾ ഉണ്ടായിരുന്നു. ഷിബുവും ഷേർലിയും ആകല്ലേ എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ അമ്മാവനിസം തിരിച്ചു വന്നിട്ടുണ്ട്. അമ്മാവനിസം കളിക്കരുതേ കളിക്കരുതേ എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പൊ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പണ്ട് കേരളത്തിൽ നിലനിന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, മരുമക്കത്തായം എന്ന് പറയുമായിരുന്നു. 1950 വരെയൊക്കെ നിലനിന്നിരുന്നു അത്. മരുമക്കത്തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു കുടുംബങ്ങളിലെ അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് അമ്മാവന്മാരാണ്, അമ്മയുടെ സഹോദരനാണ് മൂത്ത കാർണവർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വീട്ടിലെ എല്ലാ സ്വത്തുക്കളും നോക്കി നടത്തുക, പിന്നെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടതെല്ലാം വീതിച്ച് വാങ്ങിച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നത് അമ്മാവനായിരിക്കും. അമ്മാവനാണ് ഉഗ്രപ്രതാപിയായിട്ട് കഴിയുന്നത്. പക്ഷെ അവരുടെ കാലശേഷം, അമ്മാവന്റെ കാലശേഷം മരുമക്കൾക്കാണ്, സഹോദരിയുടെ മക്കൾക്കാണ് അവകാശം വരുന്നത്. ഈ അമ്മാവന് മക്കളുണ്ടെങ്കിൽ, ചിലരെ മിക്കവാറും നല്ല ശതമാനം അന്നത്തെ കാലത്ത് വിവാഹമൊന്നും കഴിക്കാതെ കുടുംബം നോക്കി കഴിഞ്ഞു പോകുന്ന അമ്മാവന്മാരായിരുന്നു. ഇനി അതാ അങ്ങനല്ല, കല്യാണം കഴിച്ച് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അവകാശമില്ലായിരുന്നു എന്ന്. അപ്പോഴും അമ്മാവന്റെ മരുമകനാണ് അവകാശം. അങ്ങനെ ഒരു സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു. അത് മലബാറിലും ഉണ്ടായിരുന്നു കേട്ടോ, തെക്കൻ തിരുവിതാംകൂറിലും മലബാറിലും ഉണ്ടായിരുന്നു. മലബാറിൽ ചില ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെ ചില മുസ്ലിം സമുദായത്തിൽ ഇതുണ്ടായിരുന്നു. ഈ മതം മാറ്റമൊക്കെ നടക്കുന്നതിന് മുമ്പ് മുസ്ലിം സമുദായത്തിലും ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയാണല്ലോ, വിവാഹത്തിന്റെ ആദ്യത്തെ ദിവസം പിന്നെ വധുവിന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പുരുഷന്മാര്, അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോഴും മലബാറിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇത്തരം ബന്ധങ്ങളെ പിന്നീട് ഇത് മാറിയിട്ട് പിന്നെ ഇപ്പൊ മക്കത്തായം നിലവിൽ വന്നു. എന്നാൽ പോലും ഇതിനിപ്പോഴും ഒരു പ്രാബല്യം ഈ മരുമക്കളെ ഓർമ്മിപ്പിക്കുന്നു. അതിനെ ആ പഴയ ചരിത്രകാലം അൻവർ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യുദ്ധം ചെയ്തപ്പോൾ ആദ്യം തന്നെ അമ്മാവനിട്ടൊരു കൊട്ടു കൊടുക്കുക, അതായത് അൻവറുടെ ഉദ്ദേശം. അതിന് അദ്ദേഹം ഇട്ട മറ്റൊരു പേരെന്നാണ് പിണറായിസം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നിലമ്പൂരിൽ വീണ വോട്ടുകൾ 20,000 വോട്ടുകളാണ് പി.വി. അൻവർ പിടിച്ചത്. എന്റെ ഒരു ഓർമ്മയില്, നമ്മുടെ ഒരു ഇത്രയും വരുന്ന തെരഞ്ഞെടുപ്പ് ചരിത്രത്തില് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, അദ്ദേഹം 9 വർഷം MLA ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അതിശക്തരായ 2 മുന്നണികൾക്കിടയിൽ നിന്ന് ഇത്രയും വോട്ട് പിടിക്കുക എന്നുള്ളത്, എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് എടുത്തു പറയത്തക്ക പോലെ മറ്റൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. അതായത് 1.25 ലക്ഷം വോട്ട് പോൾ ചെയ്തതിലാണ് 20,000 ചില്ലുവാൻ വോട്ടാണ് അൻവറിന് കിട്ടിയിരിക്കുന്നത്. വലിയൊരു വിജയമാണ്. അദ്ദേഹം തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഇത് പിണറായിസത്തിനെതിരെ വീണ വോട്ടുകളാണെന്നുള്ളത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ അംഗീകാരങ്ങൾ വരുന്നത് നോക്കിയേ. അതേവരെ പിന്നെ അൻവറിനെ അകറ്റി നിർത്തിയിരുന്ന, അൻവർ ഞങ്ങളോടൊപ്പം വേണ്ട എന്ന് പറയുന്ന UDFന്റെ നേതാക്കന്മാർ പറഞ്ഞ വെറും നേതാക്കന്മാരല്ല, ഇന്നലെ വോട്ടെണ്ണൽ ഏതാണ്ട് പകുതിയായി. അതായത് വോട്ടെണ്ണൽ പൂർത്തിയായിട്ടല്ല, പകുതി കഴിഞ്ഞു. ആ സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് കഷ്ടിച്ച് ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് KPCCയുടെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ശ്രീ സണ്ണി ജോസഫ്, അതിനപ്പുറത്ത് വേറെ ഒരു തസ്തികയില്ലല്ലോ KPCC കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു. വോട്ടെണ്ണൽ നടക്കുകയാണ്. അപ്പോഴാണ് സണ്ണി ജോസഫ് പറയുന്നു, അൻവറിന് വേണ്ടി UDFന്റെ വാതിലുകൾ അടച്ചിട്ടില്ല തന്നെയല്ല, ഏതാണ്ട്
പകുതി വാതില് തുറന്നിട്ടിരിക്കുകയാണ്. നോക്കുക, തലേ ദിവസം വരെ അൻവർ വേണ്ട, UDF-ലേക്ക് വേണ്ട എന്ന് കർശന നിലപാട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെല്ലാം എടുത്തപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന UDF നേതാക്കന്മാര് ഒറ്റ നിമിഷം കൊണ്ട് മലക്കം മറിഞ്ഞു കളഞ്ഞു. അതിനു പുറമെയാണ് മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസിന്റെ പരമോന്നത സമിതിയിലെ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം ഒന്നും കണ്ടില്ലേ? രമേശ് ചെന്നിത്തല ഉടനെ പറഞ്ഞു, അൻവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഒരു 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ചില പ്രതികരണങ്ങൾ വന്നു. അൻവറിനെ ഇനിയും കൈവിട്ടിട്ടില്ല. അപ്പൊ ഇനി അൻവറിനെ കൈവിട്ട് നിൽക്കുന്നത് ആരാണ്? അത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിലാണ് ഇതിപ്പോ നയിക്കുന്നത്. VD സതീശനിലാണ് ഉത്തരവാദിത്വം വന്നിരിക്കുന്നത്. അദ്ദേഹമാണല്ലോ അത് മാറ്റി നിർത്താൻ വേണ്ടി കർശനമായിട്ട് നിലപാടെടുത്തെന്ന് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു വലിയ റോള് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ റോളില്ല. അദ്ദേഹത്തിന് നിയമസഭയ്ക്ക് അകത്ത് റോളുണ്ട്. നിയമസഭാ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ നേതാവെന്ന നിലയിൽ നിയമസഭാ കക്ഷി നേതാവാണ് ശ്രീ VD സതീശൻ. അത് അംഗീകരിക്കാം. അല്ലാതെ KPCC അധ്യക്ഷന്റെ ഒരു താല്പര്യത്തെയോ അല്ലെ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ താല്പര്യത്തെയോ അതല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു വലിയ ഘടകകക്ഷിയുടെ, വളരെ സ്വാധീനമുള്ള ഒരു ഘടകകക്ഷിയുടെ സ്വാധീനത്തെയോ മറികടന്നുകൊണ്ട് ഇനി സതീശന് മുന്നോട്ട് പോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത്. ഇന്നലെ ഇത് സംബന്ധിച്ച ചില ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വന്നിരുന്നപ്പോഴും സതീശൻ ഒന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഒഴിഞ്ഞു മാറി അൻവറിന്റെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നോ കമന്റ്സ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാറി. പിന്നെ രാഷ്ട്രീയത്തില് 1 1 2 അല്ല, 2 1 3 അല്ല എന്നൊക്കെ പറഞ്ഞ ചില ഒഴുക്കൻ ന്യായങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും അൻവറിന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പൊ അവകാശപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി അവകാശവാദികൾ വന്നിരിക്കുകയാണ്. AP അനിൽകുമാർ എന്ന് പറഞ്ഞ പഴയ മന്ത്രി എന്ന് പ്രസ്താവന പറഞ്ഞു കേട്ടില്ലേ? ഇത് KC വേണുഗോപാലിന്റെ വിജയമാണെന്നാണ് പറഞ്ഞത്. KC വേണുഗോപാൽ എന്നുള്ള വലിയ തന്ത്രജ്ഞന്റെ വിജയമാണ്. എന്താണ് ആ വിജയത്തിന്റെ അടിസ്ഥാനം എന്നും അറിയത്തില്ല. ഇവരൊക്കെ പണ്ട് പഴയ കൂട്ടുകക്ഷികളായിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് അനിൽകുമാർ അത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് ചില രാഷ്ട്രീയ നിരീക്ഷകരും വിമർശകരും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അൻവറിന് കിട്ടിയ വോട്ടുകളൊന്നും ജനാധിപത്യ വോട്ടുകളല്ല, അതെല്ലാം വർഗീയ വോട്ടുകളാണെന്നാണ്. നോക്കുക, നിലമ്പൂരിലെ വോട്ടർമാരെ അവരെ ആക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനകളാണല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൻവറിന് കിട്ടിയത് മാത്രം വർഗീയ വോട്ടുകളാണ്, അല്ലെങ്കിൽ തീവ്രവാദികളുടെയും വർഗീയ കക്ഷികളുടെയും വോട്ടുകൾ. ഈ 20,000 വോട്ടുകളും വർഗീയ കക്ഷികളുടേതാണ്, തീവ്രവാദികളുടേതാണ്. ഇതാണ് കുറെ രാഷ്ട്രീയക്കാരുടെ വാദം. അവിടുത്തെ ജനങ്ങൾ, അൻവർ നോട്ട് ചെയ്ത ജനങ്ങളെല്ലാം ഇത്തരം കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണോ, ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നമ്മളെ രാഷ്ട്രീയത്തിൽ ആക്രമിക്കാം, ഒരു വ്യക്തിയെ ആക്രമിക്കാം, അത്തരത്തിലുള്ള പ്രസ്താവനകളും നടത്താം. പക്ഷെ ഒരു സമൂഹത്തെ ഒന്നാകെ, നിലമ്പൂരിലെ വോട്ടർമാരെ ഒന്നാകെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അൻവർ പറഞ്ഞു, അൻവറിന്റെ അമ്മാവനിസത്തിന് കൊടുത്തു കഴിഞ്ഞു. അമ്മാവന് ചെറിയൊരു അടി കൊടുത്തു കഴിഞ്ഞു അദ്ദേഹം. ഇനി അമ്മാവന്റെ നിലപാട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അമ്മാവന് ഇതിനെന്ത് പ്രതികാരം ചെയ്യുമെന്നും അറിയത്തില്ല. അതിനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. എന്തായാലും കൊള്ളാം. ഇനി അൻവറിന്റെ ലക്ഷ്യം മരുമകനെയാണ്. ഇനി അടുത്തത് മരുമകനിസത്തിന് ഞാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നലെ തന്നെ പറഞ്ഞു, ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുടൻ തന്നെ അൻവർ പ്രഖ്യാപിച്ചു, ഇനി ഞാൻ നേരെ ബേപ്പൂരിലേക്ക്, നിങ്ങൾ എനിക്ക് സീറ്റ് തരിക, UDF നിങ്ങൾ എനിക്ക് സീറ്റ് തരിക. നിങ്ങളെ ഇപ്പൊ ഇവിടെ സഹായിച്ചതുപോലെ നിലമ്പൂരില് ഞാൻ ഇത്രയും വോട്ട് പിടിച്ച് മാറ്റിയത് കൊണ്ടാണല്ലോ ഷൗക്കത്ത് ജയിച്ചെന്നാണ് അവകാശപ്പെടുന്നത്. നിഷ്പക്ഷമായ ആളുകൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോ നിങ്ങൾ എനിക്ക് ബേപ്പൂരിലെ അവസരം തരിക. ബേപ്പൂർ എന്ന് പറഞ്ഞാൽ കൃത്യമാണല്ലോ. അതായത് അതിനകത്ത് 2 സൂചനകളുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മരുമകനായ ശ്രീ റിയാസ് കഴിഞ്ഞ തവണ 25,000 വോട്ടിന് മുകളിൽ ജയിച്ച മണ്ഡലമാണ്. അവിടെ ഞാൻ ഫൈറ്റ് ചെയ്യാം, അവിടെ ഞാൻ നോക്കാം. ഇപ്പോഴേതാണ്ട് അവിടുത്തെ ജനസംഖ്യാ അനുപാതം പറയുകയാണെങ്കിൽ മുസ്ലിം പോപ്പുലേഷനാണ് അവിടെ കൂടി വന്നിരിക്കുന്നത്. ഏതാണ്ട് 50-ന് മുകളിൽ മുസ്ലിം പോപ്പുലേഷൻ അവിടെ കൂടിയിട്ടുണ്ട്. ബേപ്പൂർ മണ്ഡലത്തിലെ പുതിയ കണക്കനുസരിച്ച് ഏതാണ്ട് 50% അവിടെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലൊന്ന് പിടിച്ചു നോക്കാം. എനിക്ക് നിങ്ങൾ സീറ്റ് തരാമെന്നുണ്ടെങ്കിൽ റിയാസുമായിട്ട് ഞാൻ മത്സരിക്കാമെന്നാണ് അൻവർ പറയുന്നത്. അതേപോലെ തന്നെ ബേപ്പൂരിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് യന്ത്രങ്ങൾക്ക് സാധിക്കാത്തത് ചെയ്ത് കാണിക്കുന്ന ഒരു സമൂഹം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. അത് മാപ്പിള ഖലാസികൾ എന്ന് പറയും.
ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് അസാധാരണമായ കാര്യങ്ങൾ, അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യും. യന്ത്രത്തിനെക്കാട്ടിൽ വളരെ ശക്തിയോടും വേഗത്തിലും ചെയ്യുന്ന മാപ്പിള കലാസികളുടെ ഒരു പാരമ്പര്യവും ആ മണ്ഡലത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത്തരം ഒരു ഉശിരും വീറും ഒക്കെ അൻവർ പ്രകടിപ്പിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നീതു തന്നെ ചർച്ചയിൽ പറഞ്ഞതുപോലെ കാവിലെ പാട്ട് മത്സരത്തിനല്ല കാണാമെന്നാണ് അൻവർ പറയുന്നത്. അൻവർ പറയുന്നത് നമുക്ക് ബേപ്പൂരി നോക്കാം, ബേപ്പൂരിലെ മത്സരത്തിൽ നമുക്ക് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഞാൻ ഈ മരുമകനിസവും അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് വരുന്നത്. ഇനിയും പന്ത് എപ്പോഴും UDF-ന്റെ കോർട്ടിലാണ്. എന്തായാലും അവർക്ക് തീരുമാനിക്കേണ്ടി വരും. വലിയ താമസിയാതെ 8 മാസങ്ങളെ അല്ലേ ഉള്ളൂ, തീരുമാനിക്കേണ്ടി വരും. അൻവറിന് സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഒരുവിധം രാഷ്ട്രീയം അറിയാവുന്ന ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു അഭിപ്രായം. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് ഇക്കാര്യത്തിലുള്ളത്. എന്തായാലും 7-8 മാസം കൂടിയേ ഉള്ളൂ. അവിടെയാണ് പ്രസക്തി. അതിനുള്ളിൽ അറിയാം എന്തായിരിക്കും കേരളത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി, PV അൻവറിന്റെ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഭാവി എന്താണെന്ന്. പക്ഷേ PV അൻവർ കളം മാറ്റി ചവിട്ടുകയാണോ എന്ന് നമുക്ക് തോന്നും. അമ്മാവനിൽ നിന്നും ഇതാ മരുമകനിലേക്ക്. മുഹമ്മദ് റിയാസ് ആണ് PV അൻവറിന്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് അദ്ദേഹത്തിന്റെ ബേപ്പൂരിലേക്കുള്ള യാത്രയെ സൂചിപ്പിച്ചുകൊണ്ട് UDF-നോട് സീറ്റ് തരൂ എന്നൊക്കെയുള്ള പ്രസ്താവനകൾ. എന്തായാലും വ്യക്തമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.